നമ്മുടെ പെൺകുട്ടികളെ കരാട്ട പഠിപ്പിക്കുന്നതിന് പകരം അവരെ തന്റേടമുള്ളവരാക്കുകയാണ് വേണ്ടതെന്ന് നടി റീമ കലിംഗൽ പറയുന്നു. എന്റെ കൂട്ടുകാരി നമ്മുടെ പെൺകുട്ടികൾക്ക് മാതൃകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര മനക്കരുത്തോടെയാണ് അവൾ നിൽക്കുന്നത്. ഉഗാണ്ടയിലും ആലപ്പുഴയിലും ഷൂട്ടിങ്ങിനായി പോയപ്പോഴുള്ള അനുഭവം റീമ വ്യക്തമാക്കുന്നു. ദാരിദ്ര്യവും ആഭ്യന്തര പ്രശ്നങ്ങളും അടക്കം ഒരുപാട് കുഴപ്പങ്ങളുള്ള നാട്. പക്ഷേ ആ നാട്ടുകാർ സ്ത്രീകളോട് കാണിക്കുന്ന ആദരവും ഇടപെടലുകളുമെല്ലാം കണ്ടു പഠിക്കേണ്ടതാണ്. അവർക്കിഷ്ടമുള്ള തരം വസ്ത്രങ്ങൾ ധരിക്കുന്നു, വളരെ സ്വതന്ത്രമായി യാത്രകൾ ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുള്ളത്ര ടെൻഷൻ അവിടെയുള്ളവർക്കില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഷൂട്ടിംഗ് കാണാൻ വന്നവർ അവിടെ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നു. സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും ഒരുപാട് ഉയർന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ യാത്രക്കിടയിലോ പൊതുനിരത്തിലോ കുഞ്ഞിന് മുലയൂട്ടാൻ ഒരമ്മ പെടുന്ന കഷ്ടപ്പാടുകൾ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ സിനിമാ ഷൂട്ടിങ്ങിനായി പോയ ദിവസം ഓർക്കുമ്പോൾ പേടി തോന്നും. ആദ്യ ദിവസം ഷൂട്ട് കഴിഞ്ഞ് രാത്രി ഹോട്ടലിലെത്തി. സുരക്ഷിതമായ സ്ഥലം, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. വെളുപ്പിന് എന്തോ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. മുറിയിൽ ആരോ നിൽക്കുന്നു. ഉറക്കെ വിളിച്ചപ്പോൾ അയാൾ ഓടി പുറത്തിറങ്ങിപ്പോയി. വാതിലിന് ഇലക്ട്രോണിക് ലോക്കാണ്. അകത്ത് കുറ്റിയില്ല. മുറിക്ക് പുറത്തുനിന്നും തുറക്കണമെങ്കിൽ താക്കോൽ വേണം. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ജീവനക്കാരായിരിക്കുമെന്ന് ഉറപ്പാണ്. വൈകിട്ട് ഹോട്ടൽ മുറിയിലേക്ക് ബാഗുമായി വന്നയാളെ എനിക്ക് സംശയം തോന്നിയിരുന്നു. കൗമാരം കഴിഞ്ഞ പയ്യൻ. ബാഗുമായി ലിഫ്റ്റിൽ കയറിയപ്പോൾ തന്നെ പെരുമാറ്റം ശരിയല്ല എന്ന് തോന്നി. അവൻ വിറയ്ക്കുകയോ അസ്വസ്ഥപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നു. ഒടുവിൽ പയ്യൻ തന്നെയാണ് മുറിയിൽ കയറിയതെന്ന് കണ്ടെത്തി. ഹോട്ടലിലെ മാസ്റ്റർ കീ ഉപയോഗിച്ചാണ് അവൻ വാതിൽ തുറന്നത്. കേസ് രജിസ്റ്റർ ചെയ്തു. അവന്റെ അച്ഛനെയും അമ്മയും വന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവർ ആത്മഹത്യ ചെയ്യുകയേ വഴിയുള്ളൂ എന്നും പറഞ്ഞു. പക്ഷേ ഞാൻ കേസിൽ നിന്ന് പിന്മാറിയാൽ അവൻ മറ്റൊരു പെൺകുട്ടിക്ക് നേരെ തിരിയില്ല എന്ന് ഉറപ്പിച്ച് പറയാനാകുമോ? അതുകൊണ്ട് തന്നെ ആ കേസിൽ നിന്നും പിന്മാറിയില്ലെന്നും റീമ വ്യക്തമാക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.